വാർത്തകളിലേക്ക് വിശദമായി. ഒരു വർഷം പിന്നിട്ടിട്ടും ചേർപ്പ് ചിറയ്ക്കൽ പാലം നിർമ്മാണം എങ്ങും എത്തിയില്ല. ഇഴഞ്ഞു നീങ്ങുന്ന പ്രവൃത്തികൾ കാരണം യാത്രക്കാരും പ്രദേശവാസികളും ദുരിതത്തിൽ. ചേർപ്പ് തൃപ്രയാർ പ്രധാന റോഡിലെ ചിറയ്ക്കൽ പാലത്തിന്റെ പുനർനിർമ്മാണമാണ് നാട്ടുകാർക്കും യാത്രക്കാർക്കും തീരാ ദുരിതം സമ്മാനിക്കുന്നത്. പഴയ പാലം പൂർണ്ണമായും പൊളിച്ചുള്ള നിർമ്മാണമായതിനാൽ റോഡ് രണ്ടായി വിഭജിക്കപ്പെട്ട് വാഹനഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. പ്രദേശം ഒറ്റപ്പെട്ട തുരുത്തുകളായി മാറിയതോടെ ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങൾ ആവശ്യങ്ങൾക്കായി അപ്പുറമെത്താൻ കിലോമീറ്ററുകൾ ചുറ്റിക്കറങ്ങേണ്ട ഗതികേടിലാണ്. ഇങ്ങനെ യഥാസമയം ആശുപത്രിയിൽ എത്തിക്കാനാകാതെ രോഗി മരിക്കാനുമിടയായി. 1.5-2 വർഷമായി തുടക്കം കുറിച്ചിട്ടിട്ട് ഇതുവരെ ആയിട്ടും പണികൾ ഒന്നും നടന്നിട്ടില്ല. ആകെ 2 പേര് 3 പേര് വെച്ചിട്ടാണ് അവർ പണി നടക്കുന്നത്. ഇപ്പോൾ 1 മാസത്തിന് വേണ്ടിയിട്ടാണ് അടച്ചിട്ടിട്ട്, ഒരു ബൈക്ക് പോലും കടക്കാൻ പറ്റാത്ത രീതിയിൽ അടച്ചിട്ടിട്ട് പണി നടത്തിയിട്ടുണ്ടായിരുന്നു. സ്കൂൾ കുട്ടികൾക്ക് അതേപോലെ തന്നെ ജോലിക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. 1 കിലോമീറ്റർ ചുറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 14 കിലോമീറ്റർ ചുറ്റിട്ടാണ് തൃപ്രയാർ ഭാഗത്തേക്കും മറ്റുള്ളടത്തേക്കും പോകുന്നത്. ഇപ്പോൾ പുള്ള് ആലപ്പാട് ആ ഭാഗത്തുകളൊക്കെ വെള്ളം കയറിയ കാരണം ആ ഭാഗത്തേക്ക് പോകാനും പറ്റാത്തൊരു അവസ്ഥയാണ്. ഇപ്പൊ ഞങ്ങളൊരു ദ്വീപിൽപ്പെട്ട പോലെ തൃപ്രയാർക്ക് പോകാനായിട്ട് ബസ് മാത്രം ആശ്രയിക്കേണ്ട, ഒരു ബൈക്കിൽ ഒരു അടിയന്തരമായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാനോ അതല്ലെങ്കിൽ മരിച്ച വീട്ടിലേക്ക് പോകാനോ പറ്റാത്ത ഒരു അവസ്ഥയിലാണ്. മറുകരയെത്താനുള്ള പ്രദേശത്തെ ഏകമാർഗം കാൽനടയാത്രയ്ക്കായി നിർമ്മിച്ച താൽക്കാലിക നടപ്പാലമാണ്. മഴക്കാലത്ത് വഴുക്കലും മറ്റുമായി ഇതിലൂടെയുള്ള യാത്രയും ദുഷ്കരമായി. ജനങ്ങളാകെ ദുരിതത്തില്ല. ചെറുവണ്ടി കടക്കാനുള്ള സംവിധാനം ചെയ്താൽ മതിയായിരുന്നു. ഇത് 4.5 കിലോമീറ്റർ 5 കിലോമീറ്റർ ചെടിയിൽ കൂടെ വന്നിട്ട് വേണം ഇങ്ങോട്ട് ഈ ചിറക്കലേക്ക് എത്തണമെങ്കിൽ. അതിനൊരു പോൺ വഴി എത്രയും വേഗം കണ്ടതിലെ കാര്യമുള്ളൂ. കഴിഞ്ഞ മാസം 25-ാം തീയതിയാണ് ഇത് വാർത്തത്. മെയ് മാർക്ക് കഴിഞ്ഞത്. അപ്പോൾ അടുത്ത മാസം 18-ാം തീയതി ഇത് കഴിയുമെന്ന് പറയുന്നത്. ഇത് കൈവരി കെട്ടി കഴിഞ്ഞിട്ട് വേണ്ട വണ്ടി പോകണമെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ. ഈ വഴിയുള്ള സ്വകാര്യ ബസ്സുകൾ നിലവിൽ ഇരുകരകൾ വരെ മാത്രമാണ് സർവീസ് നടത്തുന്നത്. ഇതോടെ ഒറ്റ ട്രിപ്പിൽ യാത്ര ചെയ്തിരുന്നവർ ഇപ്പോൾ ഇരുകരകളിലേക്കും നടന്നും ബസ്സുകൾ മാറിക്കേറിയും വേണം യാത്ര നടത്താൻ. പ്രദേശത്തെ വ്യാപാരികളും ദുരിതത്തിലാണ്. ഇത് അടച്ചതിന് ശേഷം ഞങ്ങളുടെ ബിസിനസ്സിൽ 75% ഞങ്ങൾക്ക് കുറഞ്ഞിരിക്കുക. ഞങ്ങളുടെ സ്റ്റാഫുകൾക്ക് ശമ്പളം കൊടുക്കണം. ഇലക്ട്രിസിറ്റി ബില്ലാണെങ്കിൽ തലയ്ക്ക് മീതെ വരുന്ന ബില്ലുകളാണ് വരുന്നത്. ഇതെല്ലാം ഞങ്ങൾക്ക് മാനേജ് ചെയ്ത് പോകണം. ഞങ്ങൾക്ക് ഒരു ഗതിയില്ല. ഇത് ഈ പാലം തുറക്കാണ്ട് ഞങ്ങൾക്ക് ബിസിനസ്സിൻ്റെ ഒരു വശം വരുന്നത് ഞങ്ങൾക്ക് തോന്നുന്നില്ല. കാരണം ഇവിടെ വരുന്ന ബസ്സുകൾ അവിടെ നിർത്തുന്ന അപ്പുറത്ത് പോകുന്ന ആൾക്കാർ ആരുമില്ല. ഞങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന സാധനങ്ങൾ വരെ ബാക്കിയാവുക. ഇത് എത്ര ദിവസം ഇങ്ങനെ പോകുന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ ആകെ ബുദ്ധിമുട്ടില്ല. മതിയായ തൊഴിലാളികളില്ലാത്തതാണ് പ്രവൃത്തികളിൽ കാലതാമസം വരാൻ പ്രധാന കാരണം. ഒപ്പം പ്രതികൂല കാലാവസ്ഥയും കൂടിയായപ്പോൾ നിർമ്മാണം ഒച്ചിഴയും വേഗത്തിലായി. സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ട പാലം പണി വർഷം 1 പിന്നിട്ടിട്ടും എങ്ങുമെത്തിയില്ല. യാത്രക്കാരും പ്രദേശവാസികളും എല്ലാം തന്നെ ദുരിതത്തിലാണ്. ഈ കാണുന്ന നടപ്പാലം കൂടി ഇല്ലായിരുന്നെങ്കിൽ കാൽനടയാത്ര പോലും അസാധ്യമായിരുന്നു. ഇനിയെങ്കിലും നിർമ്മാണ പ്രവൃത്തികൾ വേഗത്തിലാക്കി പാലം യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യമാണ് പ്രദേശവാസികളും യാത്രക്കാരും പ്രദേശത്തെ വ്യാപാരികളും ഒരുപോലെ ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ കൃഷ്ണകുമാർ കെ മലയിലിനൊപ്പം അഭിജിത്ത് തലച്ചിറ, TCV.